അപ്പോൾ നമ്മൾ വയലാട് ആ മുള്ളമ്പാറ വ്യൂ പോയിന്റ് കയറിയിട്ടുണ്ട് കേട്ടോ. സീൻ അയ്യോ, കയറ്റാൻ ധൈര്യം ഉണ്ടോ? നിന്നു. ഇതൊക്കെ എന്താ? ഇതൊക്കെ എവിടുന്നത് കയറിക്കൂടി സ്റ്റാർട്ടാവണില്ലല്ലോ. പക്ഷെ ഏറ്റവും വിഷമമായ എന്താ പറയുക, വൈസർ. ഹലോ ഗൂയ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സീൻ ഇന്നത്തെ ഒരു ട്രാവൽ വ്ലോഗാണ് കേട്ടോ. എങ്ങോട്ടാന്ന് വെച്ചാൽ നമ്മൾ വയലാട് പോവാണ്. ഇപ്പോൾ എൻ്റെ ഒപ്പം ഉള്ളത് പ്രദീപ് അണ്ണനാണ്, പിന്നെ വേറെ ആൾക്കാരുണ്ട്. അവർ ഈ റൂട്ടല്ല, വേറെ റൂട്ട് വഴിയാണ് ജോയിൻ ചെയ്യുക. ഇപ്പോൾ ഞങ്ങൾ കോഴിക്കോട് റൂട്ടിലാണ് പോകുന്നത്. കാരണം അരീക്കോട് മുക്കം വഴി ഒരു റൂട്ടുണ്ട്, പക്ഷെ അത് ഭയങ്കര വൃത്തികേടാണ് റോഡ്. അപ്പോൾ നല്ല ഹൈവേ കിട്ടാൻ വേണ്ടിയിട്ടാണ് കോഴിക്കോട് രാമനാട്ടുകര വഴിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് രാമനാട്ടുകര കയറിയിട്ട് രാമനാട്ടുകര ബൈപ്പാസ് വഴി. അപ്പോൾ പ്രദീപണ്ണൻ എന്താ മുന്നിലുണ്ട്. ഞങ്ങളിപ്പോൾ രാവിലെ ഏകദേശം 5 മണിക്ക് ഇറങ്ങാൻ നിന്നതാണ്. പക്ഷേ ഭയങ്കര മഴയായിരുന്നു എന്ന് പറഞ്ഞു പ്രദീപണ്ണൻ്റെ നാട്ടിലൊക്കെ വരുന്ന വഴിക്കും. ഈ മലപ്പുറം ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പ്രദീപണ്ണൻ എത്തിയപ്പോഴേക്ക് 5-5:30 ആയി. അപ്പോഴാണ് പിന്നെ നമ്മൾ ഇറങ്ങിയത്. ഇനിയിപ്പോൾ ഏതായാലും നല്ല ഹൈവേ കിട്ടിയപ്പോൾ അങ്ങോട്ട് പോവാം. നമ്മളിപ്പോൾ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. കോഴിക്കോട് ടൗൺ അല്ല കേട്ടോ, അതിൻ്റെ മേൽപ്പാലത്തിലൂടെ നമ്മൾ കണ്ണൂർ റോഡിലോട്ട് ഇങ്ങനെ കയറുകയാണ്. എന്താണ് ഈ റോഡുകൾ ഇങ്ങനെ? മനുഷ്യന് മര്യാദയ്ക്ക് യാത്ര ചെയ്യണ്ടേ? ഇപ്പോൾ ഇങ്ങനത്തെ റോഡുകളൊക്കെ വരുന്ന സമയത്ത് വണ്ടി അഡ്വഞ്ചർ വണ്ടി ആക്കുന്ന ടൈപ്പ് സെറ്റപ്പ് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമ്മളിങ്ങനെ മൂഡ് മാറ്റി കൊടുക്കുക. അപ്പോൾ ടയറൊക്കെ ചേഞ്ച് ചെയ്യണം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കമ്പനികൾ ഉണ്ടാക്കണം. പിന്നെ നല്ല റോഡ് കിട്ടുമ്പോൾ തിരിച്ച് സ്പോർട്സ് ടൂർ ഈ ഒരു സെറ്റപ്പിലോട്ട് മാറുകയും വേണം. അങ്ങനെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ എനിക്കുള്ളൂ. അയ്യോ, നല്ല രസമുണ്ട് കേട്ടോ ഈ മോർണിംഗ് വ്യൂ ഒക്കെ കാണാൻ. ഇതിപ്പോൾ അവിടെ എത്തിയിട്ട് കൂടെ അല്ല, നമുക്ക് അവിടെ എത്തിയിട്ട് അവിടെയുള്ള വ്യൂ കൂടെ കാണിച്ചു തരാം. അയ്യോ, ഇവിടെ സ്പീഡ് ക്യാം ആണെന്ന് തോന്നുന്നു. സ്പീഡ് ക്യാമിൻ്റെ മുന്നിലൂടെ സ്പീഡിൽ പോകുന്ന ഒരു മര്യാദകളാണ് ഗൂയ്സ്. അങ്ങനെ നമ്മൾ വയലാട് വ്യൂ പോയിന്റിലോട്ടുള്ള റോഡിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. റോഡിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ കുറേ കൈൻഡ് ഓഫ് ഓക്കെയാണ്. പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളൊന്നും കാണുന്നില്ല എന്ന്. അയ്യോ, പട്ടി സാർ, വീണ്ടും പട്ടി സാർ. പട്ടി സാർ ഒരു കില്ലാടി തന്നെ, എവിടെ പോയാലും പട്ടി സാർ. അയ്യോ അയ്യോ, എൻ്റെ വണ്ടി. വലിയ സ്പീഡിലൊന്നും പോകാൻ പറ്റിയ റോഡല്ല, ഒരു ഒപ്പിക്കൽ റോഡാണ് ഗായ്സ്. അങ്ങനെ നമ്മൾ വയലാട് പോകുന്ന റൂട്ടിലൊന്ന് കയറുന്ന കേട്ടോ. ചെറിയ ചാറ്റൽ മഴ ഉണ്ട്. അപ്പോൾ നമ്മൾ റെയിൻ കോട്ട് ഇടുക. ഞാൻ അപ്പോഴേ പറഞ്ഞ വേണ്ടാന്ന് കേട്ടില്ല. അണ്ണൻ അവിടെ എന്തൊക്കെ കാണിക്കുന്നുണ്ട് ഗേസ്. ഇവിടെ പട്ടി സാറുണ്ട്. പട്ടി സാർ ഹായ്, എന്തൊക്കെയുണ്ട് ഗായ്സ്? ഇപ്പോൾ നമ്മളപ്പോൾ ഉള്ളത് 2-3 പട്ടി സാറുണ്ടായിരുന്നു, അതവിടെ പോയിട്ടുണ്ട്. പിന്നെ ഉള്ളത് എൻ്റെ വണ്ടി, പ്രദീപണ്ണൻ്റെ വണ്ടി. വേറെ ആൾക്കാരുണ്ട്, അവർ ചുറ്റി വേറെ വഴിക്കാണ് വരുന്നത്. നമ്മൾ മാത്രമേ ഉള്ളൂ ഈ റൂട്ടിൽ. ഇവിടെ ഒരു മഴ പെയ്തില്ല എന്നുള്ള മട്ടില്ല. ഞങ്ങൾ കയറി നിൽക്കുമ്പോൾ മഴ നിൽക്കും, പിന്നെ ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം മഴ ചെയ്യും. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. ഏതായാലും അതേപോലെ തന്നെ ഇപ്പോൾ റെയിൻ കോട്ട് ഇട്ട് ഇറങ്ങിയപ്പോഴേക്ക് മഴ തീർന്നു. ഇനി നമുക്ക് മേലെ ചെന്നിട്ട് മഴ ഇല്ലെങ്കിൽ ഊരാം. എന്നാൽ പോവാം. അങ്ങനെ നമ്മൾ വയലാട് വിസിറ്റ് ചെയ്യാൻ പോവാണ് ഗൈസ്. അപ്പോൾ ഇതാണ് റൂട്ട്. മുള്ളമ്പാറ വ്യൂ പോയിൻറ്റോ ഇതന്നാണോ നോക്കട്ടെ കേട്ടോ. ഇതാണ് കാണിക്കണേ വയലാട് വ്യൂ പോയിൻ്റ് ഇടുമ്പോൾ. അപ്പോൾ നമ്മൾ വയലാട് മുള്ളമ്പാറ വ്യൂ പോയിൻ്റ് കയറിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ മേലെ വയലാട് ഹിൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡുണ്ട്. നമ്മൾ കയറുകയാണ് ഗൈസ്. ഇനി ഓര് വരുമ്പോൾ നമ്മളിവിടെ അരമണിക്കൂർ കാത്ത് നിന്നെന്ന് പറയാം. നമ്മളൊരു 5 മിനിറ്റ് നിന്നു. ഇനി നമുക്ക് അയ്യോ, ഇങ്ങോട്ട് ഈ റോഡിലോട്ട് കയറുന്നത് ഒരു കോൺക്രീറ്റ് റോഡാണ് കേട്ടോ.
ഗായ്സ് നമ്മളങ്ങനെ ഏകദേശം ഇങ്ങോട്ടെത്തി. ഇനി അങ്ങോട്ട് ഓഫ് റോഡാണെന്ന് തോന്നുന്നു. ഓഫ് റോഡ് അടിക്കില്ലേ? അണ്ട് കയറി തന്നെ സീൻ. അയ്യോ കേറില്ലേ? അല്ല, ബോബിനൊന്ന് വിളിച്ചു നോക്കാം. അത് നല്ല കയറാൻ പറ്റിയ ഓഫ് റോഡ് ആണെങ്കിൽ നമുക്ക് കയറ്റാൻ ധൈര്യം ഉണ്ടോ? ഇവിടെ വെച്ചിട്ട് കയറണോ? വേറെ സ്ഥലത്താ അങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങുക. ലെഫ്റ്റോ റൈറ്റോ? ആ ആയിക്കോട്ടെ, എന്നാൽ അങ്ങോട്ട് വരാം. ഇതല്ല, ഇത് മുള്ളമ്പാറ. വേറെ വ്യൂ പോയിന്റ് ഉണ്ട്, നല്ല രസമുള്ള. ഈ ഓഫ് റോഡ് പോകുന്നതിൻ്റെ ടാസ്ക് ഇതാണ് ഗൈസ്. വണ്ടി വീട് കഴിഞ്ഞാൽ എനിക്ക് നല്ല വിഷമാവും. അതും ഇങ്ങനത്തെ ഫുള്ളി ഫെയ്ഡ് വണ്ടിയൊക്കെ. ഇറങ്ങിക്കോ. ഇറങ്ങിക്കഴിഞ്ഞാൽ അയ്യോ, വീണ് കഴിഞ്ഞാൽ നമ്മൾക്കും ടാസ്ക്കാണ്, വണ്ടിക്കും ടാസ്ക്കാണ്. നമ്മളിപ്പോൾ കയറിപ്പോയത് മുള്ളമ്പാറ വ്യൂ പോയിന്റിലാണ്. പക്ഷേ വേറൊരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞു, അങ്ങോട്ട് പോകാം നമുക്ക്. അങ്ങനെ മുള്ളമ്പാറ വ്യൂ പോയിന്റ് ക്യാൻസലാക്കിയിട്ട് നമ്മൾ വേറെ മെയിൻ വ്യൂ പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് പോവാം. നിന്നു. ഒരു കാര്യം ചെയ്യ്, വണ്ടി ഒന്ന് ഇത്തിരി പൊക്ക്. എനിക്കിത് കാണണ്ടേ, അയിമെന്ന് ഇങ്ങനെ പൊന്തുന്ന അറിയോ? ആ നിൽക്ക്, ഇനിയിപ്പോൾ പൊക്കുക. നിൽക്ക്, ഞാൻ അവിടെ ഒന്ന് നിൽക്കട്ടോ, ഞാൻ ഗിയർ ഇടല്ലോ. ഇല്ല, ഗിയേഴ്സ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ലേ. ഇതില്ലേനെങ്കിൽ അയ്യോ. അയ്യോ, വൈസർ പൊട്ടിയോ? സീൻ. ആ ഇനി നോക്കാം. ആ അവിടെ വണ്ടി വെച്ചോ? ഇതൊക്കെ എന്താ? ഫ്രെയിം സ്ലൈഡർ ഉള്ളതുകൊണ്ടാട്ടോ ഇത്. ഒന്നും ഇങ്ങോട്ട് വെച്ചേ. വല്ലാത്ത ജാതി. എനിക്ക് വലിയ സീനില്ലേ. ഇങ്ങോട്ട് ഇറക്കിക്കോ. ഇറക്കാൻ കഴിയോ? ഞാൻ തള്ളണോ? അത് കുറച്ച് കയ്യോ ഇനി സ്റ്റാർട്ടാവണമെങ്കിൽ. ഇല്ലേ, എനിക്ക് ഇവിടെ കുറച്ച് വേനുണ്ട്, അത്രേ ഉള്ളൂ. അതിന് കുറച്ച് കഴിഞ്ഞ് സ്റ്റാർട്ടാണെങ്കിൽ
ഞാൻ തള്ളിത്തരാം. ഇതാണ് ടാസ്ക്. ഞാൻ തള്ളണോ? അത് ഞാൻ എടുത്തിടാം. ഇതൊക്കെ എവിടുന്ന് അത് കയറിക്കൂടി. ഞാൻ ഓടിച്ചോളാം. അല്ല ഞാൻ ഇറക്കിക്കോളാം. എന്തിമഞ്ഞ് ചളി അഴിഞ്ഞ് ഗിയറിലിട്ട് നിർത്തിക്കോ. ഇപ്പം നോക്കിയിട്ട് കാര്യമില്ല, വരാള് വന്നു. ആ അവിടുന്ന് അങ്ങോട്ട് കുത്തി പൊന്തിയിൽ പിന്നെ കൺട്രോൾ പോയേ. അല്ല ഞാൻ ഓടിച്ചോളാം. ഇതിമഞ്ഞ് ചളിയാണ്, അത് അയിമ ആക്കണ്ട. ആ ഗിയറിലിട്ട് നിർത്തിക്കോ. ഇവിടെ ഇറക്കിക്കോ. ആ അവിടെ നിർത്തിക്കോ, സീനില്ല. ആ അയ്യോ പോവാ. വൈസർ നോക്കണ്ട, അത് പോയി. ഇനിയിപ്പോൾ വേറെ ഇല്ലില്ല. എനിക്കിനി കയ്യുമ്മല കുറച്ച് വേനല്ല. അത് ഇനിയിപ്പോൾ വീട്ടിലെത്തിയിട്ട് അത് ഇതാവും. പോരി ഒരഞ്ഞ് വണ്ടി സ്റ്റാർട്ടാവണില്ല. ഈ വണ്ടിക്ക് റോൾ ഓവർ സെൻസർ ഉണ്ട്. അതായത് വണ്ടി ലെഫ്റ്റിലോട്ട് എങ്ങോട്ടെങ്കിലും ചെരിഞ്ഞ് ഒരു ഇത്ര ആംഗിളിൻ്റെ മേലെ ചെരിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി പിന്നെ സ്റ്റാർട്ടാവില്ല. സ്റ്റാർട്ടാവണില്ലല്ലോ. ലെഫ്റ്റിലോ പോര്. എൻ്റെ കൈ നല്ല വാൻ എടുക്കുന്നുണ്ട്. ഊഫ്. നമുക്കൊന്ന് വിളിച്ചു നോക്കാം. ഒന്നുകൂടി വിളിച്ചു നോക്കട്ടെ. ആ അല്ലേ വണ്ടി വീണ് കോൺക്രീറ്റുമ്മക്കാ. എൻ്റെ കൈയൊക്കെ അടിച്ച അവിടെ വാനുണ്ട്.
ആ കുഴിന്ന് ഒറ്റ പൊന്തല് പൊന്തിക്കാണ്. ആ പെരുമ്പൊന്തല്. നമുക്ക് അങ്ങോട്ട് കയറ്റി നിർത്താം, എന്നിട്ട് വണ്ടിക്ക് എന്താ പറ്റിയെന്ന് നോക്കുക. അയ്യോ, വണ്ടിക്ക് ഇപ്പം എന്താ പറ്റിയ വെച്ചാൽ ഫ്രെയിം സ്ലൈഡർ ഉള്ളതുകൊണ്ട് ഫെയറിങ്ങിൽ എവിടെയും ഡാമേജ് ഇല്ല. പക്ഷേ ഡാമേജ് ആയത് എൻ്റെ ലിവർ പൊട്ടിയില്ല. തിളങ്ങണ വണ്ടി ഇപ്പം എങ്ങനെ ആയി. പക്ഷേ എൻ്റെ വൈസർ പൊട്ടിയിട്ട് ഏറ്റവും വിഷമമായത് ഇതാ. ആകെ ഒറ്റ പീസുള്ളൂ ഇന്ത്യയിൽ. എന്താ ചെയ്യുക, വിധി. ഇവിടെയും ഡാമേജ് ഉണ്ട്. അതാ കോൺക്രീറ്റുമ്മക്ക് വീണിട്ടേ. ഓ, എൻ്റെ കൈയും വേദന എടുക്കണ്. പൊട്ടലുണ്ടോ? കൈയല്ല വേദന എടുക്കണ്ടണ്ണാ. വ്യൂ പോയിക്കൊണ്ട് നിൽക്കുകയാണെന്ന്. വേഗം വരാൻ കുറച്ച് ആൾക്കാർ മേലുണ്ടെന്ന്. ഇത് വരുത്തിയിട്ട് പെയിൻ്റ് അടിപ്പിക്കാം. അല്ലാതെ ഈ സെറ്റിൻ്റെ ഡെയിലി ലൈറ്റ് ഉള്ളതുകൊണ്ടേ അത് ഇതാക്കണ ടാസ്കാ. അവിടെ നോക്ക് ഇത്ര പറ്റിയുള്ളൂന്ന്. ഫ്രെയിം സ്ലൈഡർ നോക്ക്, ബെൻഡായി കിടക്കണ്. ബാക്കി ഫെയറിങ്ങിനൊന്നും പറ്റിയില്ല കേട്ടോ. ഞാൻ ഈ ഫ്രെയിം സ്ലൈഡർ ഇത്രയും പ്രൊട്ടക്ഷൻ ഉണ്ടാവും എന്ന് വിചാരിച്ചില്ല. ഞാൻ കുറച്ചൊക്കെ വീഴ്ചയിൽ സാധനം ഒടിഞ്ഞു പോകുമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ സാധനം പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇങ്ങനെ വീണിട്ടും ഞാൻ പ്ലേറ്റ് മാത്രം മാറ്റിയാൽ മതിയാവും. ആ പ്ലേറ്റ് അത്രയും ബെൻഡായിട്ടുള്ളല്ലോ, അതിൻ്റെ ഡാമേജ് മൊത്തം താങ്ങിയായി. എവിടേക്ക്? പ്ലഗിൻ്റെ അയിമല അത് ആൾറെഡി അമർന്നിട്ട് അവിടെ നിൽക്കുക. ഏതായാലും ഇല്ലില്ല, ഫോണ് പോയിട്ടില്ല. ഇതിമ്മലണ്ട് ഒതുങ്ങി. പക്ഷെ ഏറ്റവും വിഷമമായ എന്താ പറയുക, വൈസർ ആകെ ഒന്നുള്ളൂ. ഇനി ഇത് വെച്ചിട്ട് കോപ്പി ഉണ്ടാക്കാൻ കൊടുക്കാന്നൊക്കെ വിചാരിച്ച് കാത്തു നിന്നാ. അപ്പോഴേക്ക് ഈ കോലത്തിലായി. ഓ, നല്ല ഡാമേജ് ഉണ്ട് അതിന്. അങ്ങനെ കിടന്ന് ആടി കളിക്കുന്നുണ്ട്. ഞാനിങ്ങനെ പൊന്തെന്ന് വിചാരിച്ചില്ലേ. പൊന്തിയപ്പം പിന്നെ കൺട്രോൾ പോയി. പിന്നെ അവിടുന്ന് ബ്രേക്ക് പിടിച്ചിട്ട് വണ്ടി നിൽക്കൂല വന്നപ്പോൾ ഇതീ കണ്ട് ഇറക്കിയതാ പുല്ലുക്ക്. അവിടുന്ന് കുറച്ച് നേരത്തിന് അത് അവിടെ ടൈറ്റ് ആക്കേണ്ടി വരും. മതി. കിട്ടാൻ ഒരാവശ്യമില്ലേ. ഗ്ലൗസ് കീറിക്കണ്. ഇവിടെ എന്തേ ഇതിമ്മ ഡാമേജ് ഉണ്ടാക്കി? ഇവിടെ ഓ, ഇതൊക്കെ ഇങ്ങനായോ? ഇത് അതിനുള്ള തന്നെ പാൻറ്റും ഇതൊക്കെ ഉള്ളതുകൊണ്ടേ ഒന്നും പറ്റാതെ വലിയ ഡാമേജ് ഇല്ല, കഴിച്ചില്ലായി. ഇതതിൻ്റെ മറ്റേ ഒരതിയ പൊള്ളിയ വേദന ഇല്ലേ, അതപ്പള്ള. ഇവിടെയാണ് പിന്നെ കുറച്ച് വേദന ഉള്ളത്. ഇതടിച്ചിട്ടാ വീണ്. സീനൊന്നും ഉണ്ട്. ഇനിയിപ്പോൾ അവിടെ എത്തിയിട്ട് അയക്കാം.